ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബിടെക് കഴിഞ്ഞവർക്ക് ഏത് ബ്രാഞ്ചും ആയിക്കോട്ടെ, സിവിലോ മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സോ ഏത് ബ്രാഞ്ച് ആയാലും കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ആയാലും ജസ്റ്റ് ബിടെക് ക്വാളിഫിക്കേഷൻ പറയുന്ന ഒരു പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ള ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, നമ്മൾ ചുരുക്കപ്പേരിൽ IEO എന്ന് വിളിക്കുന്ന IEO എന്ന് വിളിക്കുന്ന ഈ ഒരു പോസ്റ്റിലോട്ട് നോട്ടിഫിക്കേഷൻ വന്നതും നിങ്ങൾ ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. വൺ ഓഫ് ദ എന്താ പറയുന്നത്, ബിടെക് കഴിഞ്ഞവർക്കുള്ള വൺ ഓഫ് ദ ഗ്ലാമറസ് പോസ്റ്റ് ആണ് ഏത് എന്ന് പറയുന്നത്, IEO എന്ന് പറയുന്നത്. ഗ്ലാമറസ് എന്ന് മാത്രമല്ല, നല്ല രീതിയിലുള്ള ഒരു പേ പാക്കേജും, നമുക്ക് ഏകദേശം 1 ലക്ഷത്തിനടുത്ത് പേ പാക്കേജ് വരുന്ന, നമ്മൾ ബിടെക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, എഞ്ചിനീയേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും നിങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ് ഏത് എന്ന് പറയുന്നത്, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ IEO എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പരീക്ഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബ്രാഞ്ചിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യത്തിൽ ഒരുപാട് എക്സാംസുകൾ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടും ഓവർസിയർ ആയിട്ടും അതുപോലെ ലെക്ചർ ഇൻ പോളിടെക്നിക് ആയിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, എക്സാംസുകൾ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അതിലൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാണ്, നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് തന്നെയാണ്. ഞാൻ മെക്കാനിക്കൽ ആണെങ്കിൽ ഞാൻ മെക്കാനിക്കൽ മാത്രം പഠിച്ചാൽ മതി. പക്ഷെ ഈ ഒരു IEO എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിൽ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താ, നമ്മളെല്ലാ ബ്രാഞ്ചിന്റെയും ബേസിക്സുകൾ പഠിക്കണം അല്ലെ. നമുക്ക് എന്തറിയണം, ബേസിക് സിവിൽ അറിയണം, ബേസിക് മെക്കാനിക്കൽ അറിയണം, ബേസിക് ഇലക്ട്രിക്കൽ അറിയണം, ബേസിക് ഇലക്ട്രോണിക്സ് അറിയണം, ബേസിക് കമ്പ്യൂട്ടർ സയൻസ് അറിയണം. ഓക്കെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു IEO എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ വെൽ പ്ലാൻഡ് ആയിട്ട് നല്ലൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടേതല്ലാത്ത ബ്രാഞ്ച് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് എല്ലാ സമയത്തും എന്താണ്, ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി നിങ്ങൾ ആ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് നിങ്ങൾ അവലാതിപ്പെടേണ്ട ആവശ്യമില്ല. ഇത് അസൈലം ടെക്നിക്കൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വരുന്ന മെയ് 27 പുതിയ IEO ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ക്ലാസ്സുകൾ വരുന്നത് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങളെ മെക്കാനിക്കൽ ഉണ്ട്, സിവിൽ ഉണ്ട്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്. അപ്പൊ ഈ ഒരു ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഡെയിലി 2 അല്ലെങ്കിൽ 3 മണിക്കൂർ അതിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതുപോലെ ഓരോ ടോപ്പിക്കുകൾ തീരുമ്പോൾ അതിന്റെ ലൈവ് ഡിസ്കഷൻ ക്ലാസ്സുകൾ, അതായത് റിവിഷനും അതുപോലെ ഡിസ്കഷൻ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങളൊരു ചാപ്റ്റർ പഠിച്ചു, അതല്ലെങ്കിൽ 3-4 ചാപ്റ്റർ പഠിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ലൈവ് സെക്ഷനിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. അപ്പൊ ഏകദേശം 5-6 മാസത്തിനുള്ളിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ്, ഇതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എക്സാം നമ്മൾ ഒരു 8 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു 8 മാസം വരെ നിങ്ങൾക്ക് എന്താണ്, അപ് ടു എക്സാം വരെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് വാലിഡ് ആയിരിക്കും. അല്ലെങ്കിൽ 1 ഇയർ ഏതാണോ ആദ്യം വരുന്നത് അതുവരെ നിങ്ങൾക്ക് എന്തായിരിക്കും, ഈ ഒരു കോഴ്സ് വാലിഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഏകദേശം 4 to 5 മാസം കൊണ്ട് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ, നമ്മൾ എത്ര നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലുള്ള എക്സാംസുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, പെർഫോം ചെയ്യാൻ പറ്റും അല്ലെ. അതെല്ലാം നമ്മൾ അവസാനത്തോട്ട് വെച്ചാൽ എന്തായിരിക്കും, നമ്മുടെ ബ്രാഞ്ച് ആണെങ്കിൽ നമ്മൾ കുറെ കോളേജുകളിൽ പഠിച്ചിട്ടുണ്ടാവും, നേരത്തെ വേറെ AE എക്സാംസുകൾക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ബിടെക് കഴിഞ്ഞവരാണെങ്കിൽ. ഇപ്പൊ 2023 നമുക്ക് ഒരുപാട് മെക്കാനിക്കലിനും സിവിലിനൊക്കെ ഒരുപാട് എക്സാംസുകൾ ഉണ്ടായിരുന്നു. ഇലക്ട്രിക്കലിന് ഉണ്ടായിരുന്നു, ഇലക്ട്രോണിക്സിന് ഉണ്ടായിരുന്നു, കമ്പ്യൂട്ടർ സയൻസിന് ലെക്ചർ ഇൻ പോളി, അസിസ്റ്റന്റ് പ്രൊഫസർ എന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ എല്ലാ ബ്രാഞ്ചിനും ഒരുപാട് എക്സാംസുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മെക്ക് സിവിൽ ഏത് ബ്രാഞ്ച് ആയാലും നിങ്ങളുടെ ബ്രാഞ്ചിലുള്ള, ഇപ്പൊ PSCക്ക് ഒരു ലോങ് ടേം ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ബ്രാഞ്ചിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ പഠിച്ചു കഴിഞ്ഞ് നമുക്ക് 2-3 മാസം കിട്ടിയാൽ തന്നെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക, അതിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ പണിയുള്ള കാര്യമല്ല. പക്ഷേ ഈ IEOയിലോട്ട് വരുമ്പോഴുള്ള പ്രശ്നം എന്താണ്, നമുക്ക് ബാക്കിയുള്ള ബ്രാഞ്ച്, ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, എനിക്ക് ഇലക്ട്രോണിക്സ് പഠിക്കുക, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുക എന്ന് പറയുന്നത് എന്താണ്, 1-2 ആഴ്ച കൊണ്ട് ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിലോട്ട് മാത്രം ചിലപ്പോൾ 1-2 മാസം ഞാൻ ഇരിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പോസ്റ്റിന്, അതുപോലെ നമുക്ക് അങ്ങനെ ഒരുപാട് വേക്കൻസി വരുന്നൊന്നല്ല. കഴിഞ്ഞ തവണ 50ന്റെ അടുത്ത് നമുക്ക് അഡ്വൈസ് പോയിട്ടുള്ള പോസ്റ്റാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, കിട്ടിയാൽ IEO എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റും അതുപോലെ തന്നെ അതിന്റെ സാലറി പാക്കേജും എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ PSC ആണ് നമുക്ക്. ഓക്കെ, ബിടെക് കഴിഞ്ഞവർക്കുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ അതിന്റെ ആണ് ഈ മെയ് 27, ഞാൻ വീണ്ടും ഡേറ്റ് പറയുന്നു, മെയ് 27 നമ്മുടെ ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടക്കം തൊട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. എല്ലാ ടോപ്പിക്കുകളും അതിന്റെ ബേസിക്സ് തൊട്ടിട്ട്, കാരണം അങ്ങനെ എടുത്താലേ കാര്യമുള്ളൂ. കാരണം ഒരു മെക്കാനിക്കൽ സ്റ്റുഡന്റിന് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് എന്താ, ജസ്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പോയിന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ബേസിക്സിൽ നിന്നും ആ ഒരു എക്സാം ലെവലിൽ വരെ എന്ത് ചെയ്യണം, ടോപ്പിക്കുകൾ കവർ ചെയ്യണം. ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് ഇന്ന് കേരളത്തിലുള്ള ടെക്നിക്കൽ സെക്ടറിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, സൈലം നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. കാരണം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ് സൈലം എന്ന് പറയുന്നത്, ഏത് ഫീൽഡിൽ എടുത്താലും. ഓക്കെ, അപ്പൊ അതിലൊക്കെ
ഇതൊക്കെ നമ്മൾ ഈ ഒരു ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് എത്തുന്നത് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ കൊണ്ട് തന്നെയാണ്. സോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ക്ലാസ്സുകൾ റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകളായിരിക്കും. അതുപോലെ PSCക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ പഠിക്കുമ്പോൾ വെറുതെ കുറേ കാര്യങ്ങൾ പഠിക്കുക, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നതല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതേ ഇമ്പോർട്ടൻസ് കൊണ്ട് കൂടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏതെന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യുക, മാക്സിമം നമ്പർ ഓഫ് എക്സാംസുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ എക്സാംസുകൾ വഴി നമുക്ക് എന്ത് ചെയ്യാം, ടൈം മാനേജ്മെന്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഈ 100 ക്വസ്റ്റ്യനിൽ 20 ക്വസ്റ്റ്യൻ നമ്മളെ ബ്രാഞ്ചിലെ ക്വസ്റ്റ്യൻ ഉള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ ആ ഒരു സമയത്തിനുള്ളിൽ ആ ഒരു 90 മിനിറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകൾ ചെയ്യണം. അതുകൊണ്ട് തന്നെ IEO എക്സാമിന് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ റെഗുലർ ആയിട്ടുള്ള ടെസ്റ്റ് സീരീസുകൾ, ഇന്റൻസീവ് ആയിട്ടുള്ള വർക്കൗട്ട് സെഷനുകൾ, ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെഷനുകൾ അടക്കം ഈ വരാൻ പോകുന്ന എക്സാംസുകൾ നിങ്ങളെ പെർഫെക്റ്റ് ആക്കിയിട്ട് ആ ഒരു എക്സാമിനേഷൻ ഹാളിലോട്ട് കയറ്റുക എന്നുള്ളതാണ് എന്ത് ഈ പറയുന്ന ഒരു എക്സ്ക്ലൂസീവ് IEO ബാച്ച് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന്, ഞാൻ പറഞ്ഞ തുടക്കം തൊട്ടന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക. കാരണം അത്രത്തോളം നമുക്ക് ടോപ്പിക്കുകൾ നമുക്ക് റെഗുലർ ആയിട്ട് കവർ ചെയ്ത് പോകാൻ പറ്റും. അതെല്ലാം നിങ്ങൾ ഈ ഒരു ബാച്ചിൽ എക്സാമിനോട് അടുപ്പിച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അത്രത്തോളം അവറുകൾ, 300-ന് അടുത്ത അവറുകൾ വരുന്ന ക്ലാസ്സുകളും ഒരുപാട് നമ്പർ ഓഫ് എക്സാംസുകളും അതുപോലെ വർക്കൗട്ട് സെഷനുകളും ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് അത് ആ സമയത്തിനുള്ളിൽ പഠിത്തവും അതുപോലെ റിവിഷനും എല്ലാം കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു മെയ് 27 തുടങ്ങുന്നത് മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പൊ ഇതിന്റെ ഒരു ഫീസ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു സൈലത്തിന്റെ മോട്ടോ എന്ന് പറയുന്നത് എന്താണ്, പാവങ്ങളും എല്ലാവരും എന്ത് ചെയ്യുക, സാധാരണക്കാരടക്കം എന്ത് ചെയ്യുക, പഠിച്ചു മുന്നേറുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ IEO എക്സാമിന് ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും ടോപ്പ് ക്ലാസ്സുകളും ടോപ്പ് ഫാക്കൾട്ടീസും ടോപ്പ് മെറ്റീരിയൽസുകളും അതാണ് സൈലന്റ് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത്. സോ ഈ ഒരു കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് 4,999 ആണ് വരുന്നത് ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 50 പേർക്ക്. അതുകൊണ്ട് എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്ത് നിൽക്കാതെ ഈ വരുന്ന മെയ് 27 തുടങ്ങുന്ന ബാച്ചിലോട്ട് ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു ഫീൽ അഡ്മിഷൻ എടുക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അത് വെച്ചിട്ട് അറിയാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഈ വരുന്ന IEO എക്സാമിൽ ഏറ്റവും ടോപ്പ് റാങ്കിനെ നിങ്ങൾക്ക് നേടാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു.